ഹലോ, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്നോട് 1-2 ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടത്. ഇതാ ഈ കാണുന്ന സംഭവമാണ് കേട്ടോ, അത്തിപ്പഴം. എല്ലാവരും ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ പച്ചയുടെ വീഡിയോ ജ്യൂസ് അടിക്കണത് എല്ലാതും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തിപ്പഴം ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്ന്. ഞാനും ഇതാ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇത് മരത്തുമ്പോൾ നിൽക്കുന്നത് ഇത് ഒരുപാട് ദിവസമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഇതാണ് അത്തിപ്പഴം കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കയുടെ ഇലയല്ലേ, അതുപോലെ ഒന്നും കൂടി കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ ഇലക്ക്. ഇവിടെ ഉണ്ടോ, ഇതാ അത്തിപ്പഴമാണ്. അതുമ്മ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇത് കൂടെ തന്നെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് കേട്ടോ ഞാനിതാ ഈ ഫസ്റ്റ് ടൈം ഈ മരം ഇവിടെ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ കാക്കൂനോട് പറഞ്ഞിരുന്നു നാളെ എന്തായാലും പോയിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഇന്നലെ അത് അറക്കായിരുന്നു ഇവിടെ. കുറേ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് അറുത്ത് കൊട്ടയിലാക്കുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വന്നതാണ്. അപ്പോൾ നമ്മുടെ പഴുത്തൊക്കെ കഴിഞ്ഞു കൂടെ. അധികം പച്ചയാണ്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ മൂത്തതൊക്കെ കാണാനുണ്ട്. ഇതുമ്മൊരു 3-4 കാണാനുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് പഴുത്ത് നിൽക്കുക കണ്ടോ. ഈ റെഡ് കളറ് നേരെ ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു കളറ് വന്നു കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാലാണ് കേട്ടോ ഇത് പഴുക്കണത് കണ്ടോ. ഇങ്ങനെ ഇതിപ്പോൾ പഴുക്കാനയക്കണു. ഇതിൻ്റെ നല്ല ചെറുതാണ് ഇപ്പോൾ ഇത് കേട്ടോ. നമ്മളെ കാപ്പൂസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാപ്പൂസിൻ്റെ ഒക്കെ ഒരു മുട്ട് പോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത് കണ്ടോ. ഈ സംഭവമാണ് കേട്ടോ. ഈ സംഭവത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതിങ്ങനെ ഇതുപോലെ ആകും. പിന്നെ അത് പൊട്ടിയിട്ടാണ് കേട്ടോ ഇതങ്ങനെ. ഇപ്പോൾ ഇതും ഫുള്ളായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. ഫുള്ളായിട്ട് പഴുത്തത് ഇപ്പോൾ ഇതിലുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ വിളവെടുപ്പായിരുന്നു. ഇതൊന്ന് ചെറുതായിട്ട് നെങ്ങുണ്ട്. നല്ല പഴുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമാണ്. പിന്നെ അതിൻ്റെ ഞെട്ടി ഇങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിന്ന് അതിൻ്റെ തോല് ഫുള്ള് എടുക്കാം കേട്ടോ. തോല് ജ്യൂസ് അടിക്കുമ്പോൾ തോല് ഭയങ്കര കയ്പ്പാട്ടോ. ഇതിൻ്റെ നല്ല കയ്പ്പാണ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ. വെറും ജ്യൂസ് മീൻസ് ഇതിൻ്റെ തോല് കൊടുക്കുന്ന തോല് നല്ല സാധനമാണ് കഴിക്കാനെന്നാണ് കേട്ടോ പറയുന്നത്. ആ തോല് കൊടുക്കുന്ന ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓടും അത് കുടിക്കണമെങ്കിൽ. പക്ഷേ തോല് കളഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിരിക്കും. സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും പറയാമല്ലോ സ്മൂത്തിയൊക്കെ എങ്ങനെ ഉണ്ടാവുകയെന്ന്. ഭയങ്കര ടേസ്റ്റാട്ടോ അതിന്. ഇതാണ്ടോ പഴുത്തത് കാണാമല്ല, ഞാൻ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പഴുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിച്ചത്. ഒന്നും പഴുത്തിട്ടില്ലേ. ഇവിടെ ഇപ്പോൾ മരുന്നടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാക്കാടെ തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു കേറ്റി എന്ന് പറയുന്നത്. ലുക്ക് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട, കാരണം അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തന്നെയാണ് കേട്ടോ. ഓരോ വീട് ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് മറാഠി സംസാരിക്കാൻ അറിയില്ല കേട്ടോ. എനിക്ക് ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഇവർ മറാഠിയാണ് കൂടുതൽ സംസാരിക്കുക. അതുകൊണ്ട് എനിക്കറിയണില്ല അവരെന്താ പറയുന്നത്. ഞാൻ അവരോട് വീട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയണില്ല. അതിൻ്റെ പിന്നിൽ നല്ല കാളയൊക്കെ കാണാണ്ട് 1-2 കാള പൂട്ടണ സംഭവമൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും അയാളുടെ വീട് എന്ന് വിചാരിക്കും. ഇത് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ആ തല വരണ്ട്. ഞാൻ ഫുള്ളായിട്ട് പോകാത്തത് എന്തായാലും ഇപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഇനി അങ്ങോട്ട് മുന്നോട്ടും കാണാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ നായൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അപ്പം ഞമ്മക്കിതാ തന്നിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.